ജീർണിച്ചതും സാധാരണവുമായ പഴയ മനോഭാവങ്ങളോട് വിട പറയാം. യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനും ആന്തരികമായ മനോഹാരിതയെ ഉണർത്തുവാനുമുള്ള സമയം വന്നു കഴിഞ്ഞു. ആ സമയം ഇപ്പോഴാണ്. സ്വയം ഉണരാനും ജീവിതത്തെ കരുതലോടെ മുന്നോട്ട് നയിക്കാനുമുള്ള സമയമിതാണ്. അവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസിലൂടെ പുതിയ രീതിയിലുള്ള ചിന്താശൈലികൾ നമുക്ക് സ്വായത്തമാക്കാം. എ വാം വെൽക്കം ടു അവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ്. ഇന്നത്തെ ടോപ്പിക് ഹാപ്പിനെസ് അൺലിമിറ്റഡ് ആണ്. നമസ്കാരം. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ ശിവാനി. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഹാപ്പിനെസ്, ഡിപ്പെൻഡൻസി, അച്ചീവ്മെൻറ്റ്സ് എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചത്. അതെ, അച്ചീവ്മെന്റ്സ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുകയുണ്ടായി. ആദ്യമൊക്കെ ടീച്ചേഴ്സ് നമ്മുടെ IQ മാത്രമായിരുന്നു നോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇമോഷണൽ കോഷ്യന്റിന് പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായി നോക്കണം. നമ്മൾ ബാഡ് കൊളസ്ട്രോൾ നോക്കാറുള്ളതുപോലെ സ്ട്രെസ്സിൻ്റെ നല്ല വശങ്ങൾ ഏതൊക്കെയാണ് എന്നും നോക്കാൻ തുടങ്ങണം. ഏറ്റവും വലിയ സ്ട്രെസ്സിൽ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ബെസ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ് ഇത്. നമുക്ക് ചുറ്റുമുള്ള പലരും പറയാറുണ്ട്, സ്ട്രെസ് ആവാതെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇതൊരു ബിലീഫ് സിസ്റ്റമാണ്. ഞാൻ മടി പിടിച്ചിരിക്കും, ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ത്വര, ഡ്രൈവ് ടു പെർഫോം, ഡ്രൈവ് ടു അച്ചീവ്, ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ സ്വന്തം മനസ്സിനോടാണ് ചോദിക്കേണ്ടത്. ഇത് ശരിക്കും ആവശ്യമാണോ? വാട്ട് ഈസ് സ്ട്രെസ്? മാനസിക ക്ലേശങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ എന്നാൽ എന്താണ്? മാനസികമായി പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ എനിക്ക് എന്താണ് തോന്നാറുള്ളത്? സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്? ഉദാഹരണത്തിന്, ഞാൻ സാധാരണ പോലെ നടക്കുന്നു എന്ന് കരുതുക. പെട്ടെന്ന് എൻ്റെ കാൽമുട്ടുകൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ബുദ്ധിമുട്ടെന്നാൽ എൻ്റെ കാൽമുട്ട് വേദനിക്കാൻ തുടങ്ങുന്നു. ഞാൻ നടക്കുന്നുണ്ട്, പക്ഷേ അത് മുൻപത്തെ പോലെ തന്നെയാണോ? അല്ല, ഞാൻ വേദന അനുഭവിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതെ, കാൽമുട്ട് വേദനിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്താണ് പറയുക? ചെറിയ വേദനയുണ്ട്, അത് നാച്ചുറൽ ആണ്. പ്രായമാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇത് പറഞ്ഞിട്ട് ഞാൻ നടക്കുന്നുമുണ്ട്. ഞാൻ വേദന മാറ്റാനായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ചിലപ്പോൾ വേദന അധികമാവുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ അതെല്ലാം വെച്ച് നടക്കുന്നു. ഇനി പെട്ടെന്നൊരു ദിവസം എനിക്കൊന്ന് ഓടേണ്ട സാഹചര്യം വന്നാൽ ആ വേദനയും വെച്ച് ഓടാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല, എനിക്ക് ഓടാൻ കഴിയില്ല. ഇത് തന്നെയാണ് സ്ട്രെസ്സിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. സ്ട്രെസ് മനസ്സിലാണ് ഉള്ളത്. മനസ്സിൻ്റെ വേദനയാണ് മാനസിക പിരിമുറുക്കം അഥവാ സ്ട്രെസ്. ഇനി ഏറ്റവും അവസാനമായി എനിക്ക് സ്ട്രെസ് അനുഭവപ്പെട്ട സാഹചര്യത്തെ ഒന്ന് ഓർത്തെടുക്കാം. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ട്രെസ്ഡ് ആയ അവസരത്തെ ഒന്ന് ഓർത്തു നോക്കൂ. അത് ഇന്നോ ഇന്നലെയോ തന്നെ ആയിരിക്കാം. അപ്പോൾ എനിക്ക് എന്തെല്ലാമാണ് മനസ്സിൽ തോന്നിയത് എന്ന് നോക്കണം. ഇമോഷണൽ ലെവലിൽ അത് ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിച്ചു എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വർദ്ധിക്കും, പൾസ് റേറ്റ് കൂടും, നിങ്ങളുടെ തൊണ്ട വരളുന്നത് പോലെ തോന്നും, തലയ്ക്ക് ഒരു ഭാരം അനുഭവപ്പെടും. മനസ്സിലെ കാര്യങ്ങൾ ശരീരത്തെ ബാധിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഓക്കെ. എന്നാൽ ഇത് വളരെ വൈകി മാത്രം ഉണ്ടാകുന്ന സ്റ്റേജാണ്. നിങ്ങൾക്ക് പരീക്ഷയുള്ള ദിവസം, വയറാകെ അപ്സെറ്റ് ആയ പോലെ തോന്നും, ഒരു പ്രസംഗം ചെയ്യേണ്ട ദിവസം തൊണ്ട വരളുന്നത് പോലെ തോന്നും, തൊണ്ട വരളും, കാൽമുട്ടുകൾ കൂട്ടിയിടിക്കും. ഇത് ശരീരത്തിന് മേലുള്ള മനസ്സിന്റെ എഫക്റ്റിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതൊക്കെ വളരെ വൈകി മാത്രം ഉണ്ടാവുന്ന സ്റ്റേജാണ്. ഇത് നോർമൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആദ്യമായി ക്യാമറയെ ഫേസ് ചെയ്ത സമയത്ത് എൻ്റെ തൊണ്ടയും ചുണ്ടുകളും ഒക്കെ ഡ്രൈ ആയി. എന്നിട്ട് അന്ന് താങ്കൾക്ക് വളരെ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു? ഇല്ല, അന്ന് ഞാൻ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. ഇനി ഒരു വളരെ ചെറിയ ഒരു കുട്ടി പരീക്ഷ എഴുതാൻ പോവുകയാണ് എന്ന് കരുതുക. പരീക്ഷ ഒരു പ്രഷറാണ്. പരീക്ഷ എങ്സൈറ്റി ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിനു പകരം അവൻ പരീക്ഷയെക്കുറിച്ച് നന്നായി ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ച് എക്സൈറ്റ്മെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, പണ്ട് നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന്
ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ശരിയായ ഉത്തരം അറിയാമായിരുന്നിട്ടും നമ്മൾ ധാരാളം തെറ്റുകൾ എഴുതിയതായി അപ്പോഴാണ് മനസ്സിലാക്കാറുള്ളത്. നമ്മൾ അവയെ കെയർലെസ് മിസ്റ്റേക്സ് എന്നാണ് പറയാറുള്ളത്. കെയർലെസ് മിസ്റ്റേക്സ് എന്നാൽ എന്താണ്? എനിക്ക് റൈറ്റ് ആൻസർ അറിയാം, പക്ഷേ ഞാൻ അതിനു പകരം വേറെ എന്തോ ആണ് എഴുതിയത്. കാരണം എൻ്റെ മനസ്സിൽ ക്ലാരിറ്റി ഇല്ല. എൻ്റെ മനസ്സിൽ ക്ലാരിറ്റിക്ക് പകരം എങ്സൈറ്റിയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ എങ്ങനെയാണ് കെയർലെസ് മിസ്റ്റേക്സ് എന്ന് പറയുക? അത് കെയർലെസ് അല്ലല്ലോ. ഞാൻ മനസ്സിനെ കെയർ ചെയ്തില്ല, അതാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്നതിൽ ഞാൻ കെയർലെസ് ആയി. അപ്പോൾ എൻ്റെ ശരിയായി ചിന്തിക്കാനുള്ള കഴിവ്, എൻ്റെ പെർഫോമൻസ് ഒക്കെ എഫക്റ്റ് ആകുന്നു. എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങുന്നു. എഴുതാനുള്ള സ്പീഡ് കുറയുന്നു. അതുകൊണ്ട് എനിക്ക് മുഴുവൻ പരീക്ഷയും എഴുതാനായില്ല. ഇങ്ങനെയും നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്ട്രെസ്സായിരിക്കുമ്പോഴാണ് ഞാൻ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത് എന്ന് പലരും പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ ഇത്രയും വലിയ ലോഡ് എൻ്റെ മേലുണ്ട്, എനിക്ക് വർക്ക് ചെയ്യണം എന്നറിയുകയും ചെയ്യാം. ലോഡ്, ചുമതലകളൊക്കെ സാധാരണമായ കാര്യങ്ങളാണ്. ടാർഗറ്റ്, പ്രഷർ ഇതൊക്കെ നല്ലതാണ്. പക്ഷേ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ലോഡ്, ടാർഗറ്റ്, പ്രഷർ ഒക്കെ നല്ലതാണോ? പ്രഷർ എന്നാൽ എനിക്ക് ഇക്കാര്യം നാളെ വൈകുന്നേരത്തിന് മുൻപായി ചെയ്തു തീർക്കണം. ഇതൊരു ഡെഡ് ലൈനാണ്. അതൊരു ടാർഗറ്റാണ്, പ്രഷറാണ്. അവയെല്ലാം ഓക്കെ ആണോ? ആ ടാർഗറ്റിൽ നിന്നും മാറിയാൽ അതേ കാര്യം ചെയ്യാൻ ഞാൻ 6 ദിവസം എടുത്തേക്കാം. പകരം നാളെ വൈകുന്നേരത്തിനു മുൻപ് തീർത്തിരിക്കണം എന്ന് താങ്കൾ പറയുമ്പോൾ ഞാൻ അലേർട്ട് ആവുന്നു. അതാണ് ടാർഗറ്റ്. അപ്പോൾ ഞാൻ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല ചിന്തകളും അതിനൊപ്പം സൃഷ്ടിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഞാനിത് എങ്ങനെ തീർക്കും? നാളത്തേക്ക് ഞാനിത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ബോസ് വഴക്കു പറയുമോ? എന്നേക്കാൾ സ്പീഡിൽ അത് ആരെങ്കിലും ചെയ്താൽ അവർ എന്നേക്കാൾ മുന്നിലെത്തില്ലേ? എൻ്റെ ജോലിയുടെ കാര്യം പിന്നെ എന്താവും? അങ്ങനെ എൻ്റെ ചിന്തകൾ നീളുന്നു. ഞാൻ മനസ്സിൽ ഇതാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഇത്തരം ചിന്തകളെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നെഗറ്റീവായ ചിന്തകൾ. ആ നെഗറ്റിവിറ്റിയാണ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നെഗറ്റിവിറ്റിയാണ് സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം. അതെ, നമുക്ക് അൺകംഫർട്ടബിൾ ആയ ഫീലിംഗ് ഉണ്ടാക്കുന്ന എന്തും സ്ട്രെസ്സാണ്. ടാർഗറ്റ് എന്നാൽ ഈ വർക്ക് നാളെ വൈകുന്നേരത്തേക്ക് തീർത്തിരിക്കണം. ഈ ഡെഡ് ലൈനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് ഓക്കെയാണ്. 2 വ്യക്തികൾക്ക് ഒരേ ടാർഗറ്റ് നൽകുന്നു എന്ന് കരുതുക. 2 പേരും നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് ഫിനിഷ് ചെയ്യാനായി പ്രയത്നിക്കും. 2 പേരും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. അതായത് 2 പേരും ഒരേ സമയം ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഇരുവരുടെയും യാത്ര വേറെ വേറെ രീതിയിലായിരിക്കും. ഒരാൾ വിചാരിക്കും ഇത് നാളേക്ക് എനിക്ക് ഫിനിഷ് ചെയ്യണം, അതുവരെ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. ഇത് അയാളുടെ യാത്രയാണ്. എന്നാൽ മറ്റേ വ്യക്തി ഇതിനിടയിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ സംഭവിച്ചാൽ? അതെ, എന്തെങ്കിലും സംഭവിച്ചാൽ, എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എൻ്റെ ബോസ് എന്താണ് ഇങ്ങനെ, എനിക്ക് ഇന്ന് നേരത്തെ വീട്ടിലെത്തേണ്ടതായിരുന്നു, ഇന്ന് എൻ്റെ മകളുടെ പിറന്നാളാണ്. രണ്ടാമത്തെ ആൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും 2 പേരും ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇതിലൊരാൾ സന്തോഷവാനായി സ്റ്റെബിലിറ്റിയോടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. സന്തോഷത്തോടെ. അടുത്തയാളും അതേ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പക്ഷേ അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണെന്നു മാത്രം. എൻഡ് റിസൾട്ട് എന്താവും? എൻഡ് റിസൾട്ട് പുറമെ കാണുമ്പോൾ 2 ആളും ഒരേപോലെ പെർഫോം ചെയ്തു. പക്ഷേ ഇന്റേണലി അതിൽ ഒരാൾ മുഴുവനായും ടെൻഷനിലും ആയാസത്തിലുമായിരുന്നു. അതെ. ഓക്കെ, ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രഷറും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിട്ടാണ് അയാൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അതെ, മാത്രമല്ല അയാളുടെ ഈ മാനസികാവസ്ഥയ്ക്കുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും അയാൾ സൗകര്യപൂർവ്വം പ്രഷറിന് നൽകുകയും എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറ്റുക,
തോന്നുക. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ടാർഗറ്റാണ് എനിക്ക് തന്നത്. 24 മണിക്കൂറിൽ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ തോന്നുക എന്നാണ് പറയുക. അതെ, അത് നോർമലാണ്. സ്വാഭാവികമായും അത് തന്നെയാണ് തോന്നുക. എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇത് തന്നെയല്ലേ ചെയ്യുക? അതെ, ഇങ്ങനെ പറഞ്ഞാണ് നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഞാൻ സ്ട്രെസ്ഡ് ആവും എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് സ്ട്രെസ് അല്ല, പ്രഷറാണ്. സയൻസിൽ ഒരു സിമ്പിൾ ഫോർമുല ഉണ്ട്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡഡ് ബൈ റെസിലിയൻസ്. പ്രഷർ പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ടാർഗറ്റ്, എക്സാംസ്, റിലേഷൻഷിപ്സ്, സിറ്റുവേഷൻസ്, ആംബിഷൻസ്, ട്രാഫിക് ജാം, ഡെഡ് ലൈൻസ്, ഇതൊക്കെയാണ്. ഇതൊക്കെ ഒരാൾക്ക് പുറമേ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ്. റെസീലിയൻസ് എന്നാൽ എൻ്റെ ആന്തരിക ശക്തി. ആ സമ്മർദ്ദത്തെ നേരിടാനുള്ള എൻ്റെ ആന്തരിക ശക്തിയാണ് റെസീലിയൻസ്. ഒരു ഫാക്ടറിയിൽ പോയാൽ അവിടെ പല പല തിക്നെസ്സിലുള്ള മെറ്റൽ ഷീറ്റ്സ് കാണാൻ കഴിയും. ശക്തമായ പ്രഷറിനെ നേരിടാനുള്ള കഴിവ് ഓരോ മെറ്റൽ ഷീറ്റിനും വേറെ വേറെ ആയിരിക്കും. സ്ട്രെസ് ഫാക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ മെറ്റൽ ഷീറ്റിൻ്റെയും ബലത്തിനനുസരിച്ച് പ്രഷർ നേരിടാനുള്ള ശക്തിയിലും വ്യത്യാസമുണ്ടാവുന്നു. സ്ട്രെസ് ഓഫ് എവ്രി മെറ്റൽ ഇസ് ഡിഫറെൻറ്റ്. അതെ, പക്ഷേ അവയിൽ ഉപയോഗിക്കുന്ന പ്രഷർ സെയിം ആയിരിക്കും. അതെ, അതുകൊണ്ടാണല്ലോ എയർക്രാഫ്റ്റ് ഒക്കെ മെറ്റൽ ഫാറ്റിക് ആക്കി നിർമ്മിക്കുന്നത്. ശരിയാണ്. സ്ട്രെസ് ഈക്വൽ ടു പ്രഷർ ബൈ റെസിലിയൻസ്. ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഇപ്പോൾ ആന്തരിക ശക്തി എന്ന ഒരു കാര്യത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സ്ട്രെസ് എന്നാൽ പ്രഷർ പോലെ തന്നെയാണ് എന്നും പറയുന്നു. അപ്പോൾ റെസീലിയൻസിന്, ആന്തരിക ശക്തിക്ക് എന്ത് സംഭവിക്കും? ആന്തരിക ശക്തിയെ മുഴുവനായും അവഗണിക്കുന്നു. നമ്മൾ ഒരിക്കലും സ്വന്തം ആന്തരിക ശക്തിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. സ്ട്രെസ് ഇസ് ഈക്വൽ ടു പ്രഷർ. അപ്പോൾ എനിക്കൊരു പരീക്ഷ വരുമ്പോൾ ഞാൻ തീർച്ചയായും ടെൻസ്ഡ് ആവുക തന്നെ ചെയ്യും. എൻ്റെ ബോസ് ദേഷ്യക്കാരനാണെങ്കിൽ തീർച്ചയായും എനിക്കത് വളരെ ചാലഞ്ചിങ് ആയിരിക്കും. കാരണം സ്ട്രെസ് എന്നാൽ പ്രഷറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആളുകൾ മാനസിക പിരിമുറുക്കത്തിലിരിക്കാൻ ഇഷ്ടമാണ് എന്നാണോ വിചാരിക്കേണ്ടത്? നമ്മൾ അതേക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആളുകൾ സ്ട്രെസ്സിനെ ഇത്ര എളുപ്പത്തിൽ സ്വീകരിച്ചത്? കാരണം നമുക്ക് അതിന് കഴിയുന്നില്ല. എന്തിനു കഴിയുന്നില്ല? നമുക്ക് സ്ട്രെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ അത് നാച്ചുറൽ ആണ് എന്ന് പറയുന്നു. സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ നമ്മൾ എഫേർട്ട് എടുക്കണം, എന്നാൽ മാത്രമേ ഓരോ സിറ്റുവേഷനിലും ഹാപ്പിയായി ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണോ പറയുന്നത്? അതെ, താങ്കൾ ഇപ്പോൾ എന്നോട് അത്ര സുഖകരമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്കതിൽ വിഷമമുണ്ടാവുന്നു. ഞാൻ വളരെ ഈസിയായി ഹേർട്ട് ആവുന്നു. വളരെ ഈസിയായി നമ്മൾ അതേക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. എനിക്ക് ഇത്രയും പ്രായമായി, പക്ഷേ ഇതൊക്കെ നാച്ചുറൽ ആണ് എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. കുട്ടികളോടും അങ്ങനെ തന്നെ പറയാറുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും കോടതിയിൽ ചെന്നാലും ഇതൊക്കെ തന്നെയല്ലേ കേൾക്കാൻ കഴിയൂ. അവർക്ക് ദേഷ്യം വന്നു, അപ്പോൾ വിഷമം കാരണം ഇങ്ങനെ ചെയ്തു പോയി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലായിടത്തും കേൾക്കാൻ കഴിയുക. ആരെങ്കിലും കുറ്റം പറഞ്ഞ് നമ്മൾ കാരണങ്ങൾ കണ്ടെത്തുന്നു. നോക്കൂ, കാലാവസ്ഥ എപ്പോഴും ഒരേപോലെയല്ല ഉള്ളത്. ഇപ്പോൾ സമ്മറാണ്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ തണുപ്പ് കാലം വരും. അപ്പോൾ അസുഖങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും തണുപ്പത്ത് കൂടുതൽ സമയം നിൽക്കാറില്ല, അല്ലേ? ക്ലൈമറ്റ് മാറുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വിൻ്റർ ക്ലോത്ത്സ് ധരിക്കാൻ തുടങ്ങും. അല്ലാതെ ഒന്നും ചെയ്യാതെ ക്ലൈമറ്റിനെ കുറ്റം പറഞ്ഞിരിക്കാറില്ല, അല്ലേ? വി പ്രൊട്ടക്റ്റ് അവർ സെൽസ്. പുറമേയുള്ള കാര്യങ്ങൾ മോശമാവുക തന്നെ ചെയ്യും. എന്നാൽ നമുക്ക് സ്വയം സുരക്ഷിതരാകാനുള്ള വഴികൾ ഒന്നും അറിയില്ല. പുറമെ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനായി നമുക്ക് ചുറ്റും ഒരു കവചം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ അസുഖം വരുന്നത് നാച്ചുറൽ ആണ്, സ്ട്രെസ്ഡ് ആവുന്നത് നാച്ചുറൽ ആണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലൂടെ നമ്മൾ ഡിനോമിനേറ്ററിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. റെസീലിയൻസ്, ആന്തരിക ശക്തി, പ്രഷർ, സിറ്റുവേഷൻസ് എന്നിവ എൻ്റെ കൺട്രോളിൽ ഉള്ളവയല്ല. സിറ്റുവേഷൻസ് എൻ്റെ കൺട്രോളിലല്ല. അതുകൊണ്ട് തന്നെ പ്രഷർ എൻ്റെ കൺട്രോളിലല്ല.
ഏത് സിറ്റുവേഷനിലും അങ്ങനെ തന്നെയാണ്. ഒരു 10% മാത്രമേ പ്രഷറിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബാക്കിയുള്ള 90% ഇമ്പോർട്ടൻസ് എൻ്റെ ആന്തരിക ശക്തികൾക്കാണ് അല്ലേ? ഇന്നർ സ്ട്രെങ്ത്. അതാണ് എൻ്റെ ശക്തി. ഒരു പ്രഷറും ഇല്ലെങ്കിൽ പിന്നെ സ്ട്രെസ് ഉണ്ടാകുന്നതേയില്ല. അതുകൊണ്ടാണ് നമ്മൾ 10% മാത്രം പ്രഷറിന് നൽകുന്നത്. ബാക്കിയുള്ള 90%ഉം ഞാൻ എങ്ങനെ ആ സിറ്റുവേഷനെ നേരിടുന്നു, ഹാൻഡിൽ ചെയ്യുന്നു എന്നും അനുസരിച്ചാണ് ഉള്ളത്. ഒരു ആക്ഷന് 10% ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഞാൻ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതിക്കാണ് 90%, അല്ലേ? അതെ, ഇറ്റ്സ് 90%. ഏതെങ്കിലും ഒരു വാഹനം എൻ്റെ കാറിൽ ഒന്ന് ചെറുതായി ഉരസി. എൻ്റെ കാറ് പഴയതാണ്, ഒന്ന് പെയിന്റ് ചെയ്യാനുള്ള സമയവുമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതൊരു ബ്രാൻഡ് ന്യൂ കാർ ആയിരുന്നുവെങ്കിൽ എൻ്റെ റിയാക്ഷൻ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ ചോയ്സാണ്. 2 പേർ കാറുകൾ റിവേഴ്സ് ചെയ്യുമ്പോൾ തട്ടുന്നു. അത് എൻ്റെ കൺട്രോളിൽ ഉള്ള സിറ്റുവേഷൻ അല്ല. ഓക്കെ, ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് കാറിൽ നിന്നും ഇറങ്ങി മറ്റേയാളെ ചീത്ത വിളിക്കാം, വയലൻ്റ് ആവാം, വളരെ മോശമായി സംസാരിക്കാം. അയാളും തിരിച്ച് ഇതൊക്കെ തന്നെ ചെയ്യുന്നു. അവിടെ ആളുകൾ കൂടുന്നു. ഇതൊരു ചോയ്സാണ്. ഇതിനു പകരം വേറൊരു ചോയ്സ് കൂടിയുണ്ട്. നിങ്ങൾ അയാളോട് ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, സീ യു ഇങ്ങനെയും പറഞ്ഞ് കാർ എടുത്തു പോകാം. അതെ, അയാളും തിരികെ ഒന്ന് പുഞ്ചിരിച്ച് യാത്ര തുടരുന്നു. അതെ, അത് അങ്ങനെ സുന്ദരമായ ഒരു കൂടിക്കാഴ്ചയായി അവസാനിക്കുന്നു. ഇൻഷുറൻസ് കിട്ടാനായി എന്തെങ്കിലും ചെയ്യുമായിരുന്നുവല്ലോ? ഒരിക്കലും പാടില്ല. മനസ്സിൻ്റെ ഇൻഷുറൻസിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും അയാളെ കാണുന്നു, ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കാർ റിപ്പയർ ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഡാമേജ് അതിലും വലുതാണ്. ഓരോ തവണയും ജീവിതത്തിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഇൻഷുറൻസിനും റിപ്പയറിനും വേണ്ടി എവിടേക്ക് പോകുമെന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ സുന്ദരമായ വാചകമാണ് താങ്കൾ പറഞ്ഞത്. വെരി ബ്യൂട്ടിഫുൾ ലൈൻ സിസ്റ്റർ ശിവാനി. മനസ്സിൻ്റെ ഡാമേജ്, ഇൻഷുറൻസ്, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് നൽകുന്നത് കാറിനാണ്. അതെ, കാറിന് ഞാൻ അത്രയ്ക്ക് പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് ഞാൻ വയലൻ്റായി റിയാക്ട് ചെയ്യുന്നത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ പോലും പോട്ടെയെന്ന് വെക്കുന്നു. കാരണം ഞാൻ എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം കാറിനാണ് നൽകുന്നത്. അതെ, ഭക്ഷണം കഴിക്കുമ്പോഴും എന്തെങ്കിലും കുടിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒന്നും ഞാൻ എന്നെ തീരെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് എന്നോട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് ലിസ്റ്റിൽ നമ്പർ 1 ആയി നിൽക്കേണ്ടത്. എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് എൻ്റെ നമ്പർ 1 റെസ്പോൺസിബിലിറ്റി. ചുറ്റിലും എന്തെല്ലാം സംഭവിക്കുകയാണെങ്കിലും ആദ്യം സ്വന്തം മനസ്സിനെ ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ ഓക്കെ ആണോ എന്ന് നോക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മറ്റെല്ലാം ഓക്കെ ആണോ എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. അതെ, അപ്പോൾ മാത്രമേ മറ്റുള്ളവർ ഓക്കെ ആണോ എന്ന് അറിയാനും കഴിയുകയുള്ളൂ. അപ്പോഴേ അവർ ഓക്കെ ആണോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കാൻ നിങ്ങൾ ക്യാപ്പബിൾ ആവുകയുള്ളൂ. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയൂ. നിങ്ങൾ സ്വയം ഹീൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയും ശ്രദ്ധിക്കാൻ കഴിയില്ല. ഇത് ഞാൻ ധാരാളം ആളുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സെൽഫിഷ് ആവുന്നത് പോലെയല്ലേ? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞാൻ സെൽഫിഷ് ആവുകയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഞാൻ എന്നെ ശരിയായ രീതിയിൽ പരിപാലിക്കാതിരുന്നാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ എല്ലാ സമയവും എല്ലാ എനർജിയും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയുന്നത് വെറും തോന്നലാണ്. ഇതിൻ്റെയൊക്കെ റിസൾട്ടായി എന്തെല്ലാമാണ് ലഭിക്കുന്നത്? ഞാൻ സ്ട്രെസ്സിൻ്റെ പിടിയിലാവുന്നു. എൻ്റെ കുട്ടികൾക്കും സ്ട്രെസ് ഉണ്ടാകുന്നു. ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട്. നമ്മൾ അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകുന്നുണ്ട്. പണ്ടൊക്കെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് ഈ ഡിപ്രഷൻ കണ്ടുവരാറുള്ളത്. എന്നാൽ ഇന്ന് ഡിപ്രഷൻ സ്കൂൾ കുട്ടികൾക്ക് പോലും എത്തിയിരിക്കുന്നു. ഇന്ന് ചൈൽഡ് സൈക്യാട്രിസ്റ്റ്സ് ധാരാളമുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ശരിയാണ്. റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും സംസാരിക്കാറുണ്ട്. ആളുകൾ, ടീച്ചേഴ്സ്, പൊളിറ്റീഷ്യൻസ് ഒക്കെ ഇറസ്പോൺസിബിൾ ആണെന്ന് പറയാറുമുണ്ട്. താങ്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് വേറൊരു കാര്യമാണ്. ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും ഇറസ്പോൺസിബിളായ ആളുകൾ നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മൾ ഒരിക്കലും സ്വയത്തെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി നിർവഹിക്കുന്നില്ല. ശരിയല്ലേ? അതെ, നമ്മൾ റെസ്പോൺസിബിൾ ആവണം. സ്വയം ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ടീച്ചർക്ക് എങ്ങനെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവും?
ആദ്യം നമ്മൾ സ്വയം റെസ്പോൺസിബിൾ ആവണം. റെസ്പോൺസിബിലിറ്റി മീൻസ് ദ എബിലിറ്റി ടു റെസ്പോണ്ട്. ഓരോ സാഹചര്യങ്ങളിലും ശരിയായ രീതിയിൽ പ്രതികരിക്കാനുള്ള എൻ്റെ കഴിവിനെയാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതെ, ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. ജീവിതത്തിൽ നമ്മുടെ കൺട്രോളിൽ വരാത്ത കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം മുഴുവനായും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളെ നമ്മൾ പാടെ അവഗണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ മനസ്സ് എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് മാത്രമാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. 2 കാറുകൾ ചെറുതായി ഒന്ന് ഉരസിയ സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് പറയും. എന്നിട്ട് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്ത് അയാൾക്ക് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തിരികെ വരുമോ എന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കൂ. അത് ശരിയായ രീതിയാണെന്ന് ആരും സമ്മതിക്കില്ല. അവർ പറയും, ഒരിക്കലുമില്ല, നിങ്ങൾ മറ്റേയാളെ ഒരു പാഠം പഠിപ്പിക്കണം. ഇതാണ് നാച്ചുറൽ വേ. ഇത് നമ്മുടെ മനസ്സിന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്കും മനസ്സിലായി എന്ന് വരില്ല. മറുഭാഗത്തുള്ളയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. അതാണ് ശരിയെന്നേ എല്ലാവരും പറയും. അതിലൂടെ അയാളുടെ തെറ്റ് തിരുത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അയാൾ അത് ആവർത്തിക്കാൻ പാടില്ല. അതെ, ഐ ആം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് അതർ പീപ്പിൾ. എനിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നിനെയും ഞാൻ കാര്യമാക്കി എടുക്കുന്നതേയില്ല. അയാളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇതൊരു ആക്സിഡന്റ് ആണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇതെല്ലാം നമ്മൾ സ്വയം ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അടുത്ത പ്രാവശ്യം റോഡിൽ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിങ്ങൾ ശരിയായ രീതിയിലല്ല ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഏതാണ് തെറ്റ് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലാണ് നമ്മൾ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഞാൻ ശരിയാണോ എന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ എപ്പോഴും മറന്നുപോകുന്നു. അപ്പോൾ അതിനെ ആക്സിഡന്റൽ എന്ന് പറയാനാവില്ല. വേണമെന്ന് വെച്ച് ഒരു സംഭവം ഉണ്ടാക്കിയതുപോലെയാണ് പലരും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതികരിക്കാറുള്ളത്. അയാളാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇതൊരു വളരെ ചെറിയ സിറ്റുവേഷൻ മാത്രമാണ്. ബട്ട് ദ റോൾ ഓഫ് ദ ഗെയിം റിമെയിൻസ് ദ സെയിം. സിറ്റുവേഷൻ ചെറുതോ വലുതോ ആയാലും എനിക്ക് അതിൽ എൻ്റേത് മാത്രമായ ഒരു ചോയ്സ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു ചോയ്സ് ഉണ്ട്. ശാന്തമായി ഇരുന്ന് ഇക്കാര്യത്തെക്കുറിച്ച് ശരിക്കും അവെയർ ആവണം. എല്ലാ സിറ്റുവേഷൻസിലും എനിക്കൊരു ചോയ്സ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അന്ന് മുഴുവനും എനിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? ഇന്ന് മുഴുവൻ നിങ്ങൾ നൈസ് ആൻഡ് കോൺഫിഡൻ്റ് ആയിരിക്കും. ഈ സംഭവം താങ്കൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ റിലാക്സ് ആയിരിക്കും. ഇതിലൂടെ താങ്കൾ അവനവനെ വേസ്റ്റേജ് ഓഫ് എനർജിയിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നൈസായി ഫീൽ ചെയ്തതും. കാരണം താങ്കൾ എനർജി സംരക്ഷിക്കുകയാണ് ചെയ്തത്. കൺസേർവ്ഡ് എനർജി. സ്വന്തം ദുർബലതകളെ താങ്കൾ പരാജയപ്പെടുത്തി. അതെ, സ്വന്തം വീക്ക്നെസ്സസിനെ തോൽപ്പിച്ചു. ഇത് ശരിക്കും എക്സ്പെരിമെന്റ് ചെയ്തു നോക്കേണ്ട കാര്യമാണ്. ഇത്രയും കാലം ഞാൻ എൻ്റെ ദുർബലതകളുടെ അടിമയായിരുന്നു. പറയുമ്പോൾ നമുക്കത്ര തോന്നില്ല. എന്നാൽ ഇതേക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എന്നോട് വഴക്കിടാൻ വരുന്ന ഒരാളോട് ശാന്തമായി പെരുമാറി, ശാന്തമായി അവരെ മടക്കി അയക്കാൻ കഴിയുന്നത് നമുക്ക് സംതൃപ്തി നൽകും. കൂടാതെ വർഷങ്ങളായി എന്നിലുള്ള ഒരു ദുർബലതയെ കൂടി ഞാൻ പരാജയപ്പെടുത്തി എന്ന സന്തോഷവും നമുക്കുണ്ടാവും. മാത്രമല്ല, ആ സമയത്ത് താങ്കൾ ശരിയായ ചിന്തകളാണ് സൃഷ്ടിച്ചത്. അപ്പോൾ താങ്കളുടെ ഫീലിങ്സും നല്ലതായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഒരു ആക്സിഡൻ്റ് അല്ലേ, സാരമില്ല എന്ന ഒരു ചിന്തയാണ് താങ്കൾ സൃഷ്ടിക്കുന്നതെങ്കിൽ അത് ഗുഡ് ക്വാളിറ്റി തോട്ട്സ് ആണ്. അപ്പോൾ ഗുഡ് ഫീലിങ്സും ഉണ്ടാവുന്നു. എന്നാൽ ഇതിനു പകരം അയാൾ ശരിക്കും നോക്കാതെയാണ് വണ്ടി ഓടിച്ചത്. അയാൾ ശരിക്കും ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതായിരുന്നു. ആരാണ് ഇയാൾക്ക് ലൈസൻസ് നൽകിയത്? ഇതുകൊണ്ടൊക്കെയാണ് ഇവിടെ കറപ്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചിന്തകളും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചുള്ള ഫീലിങ്സ് ആണ് നിങ്ങൾക്കുണ്ടാവുക. ഫീലിങ്സിനനുസരിച്ചുള്ള മോശമായ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്നും വരും. വളരെ മോശമായ ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുക. ഇതിനൊക്കെ ശേഷം നമ്മൾ ഓഫീസിലെത്തി ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ആ മൂഡും അജിറ്റേഷനും ഒക്കെ എത്ര സമയത്തേക്ക് നിലനിൽക്കും എന്നുകൂടി പറയൂ.
എനിക്ക് ഓഫീസിലെത്താൻ അരമണിക്കൂറോ 1 മണിക്കൂറോ ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അത്രയും നേരം ഈ മൂഡ് നിലനിൽക്കും. മാത്രമല്ല അതിനടുത്ത അരമണിക്കൂറിൽ വീണ്ടും അതേപോലെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് മുന്നിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ അവസ്ഥ ലോ ആയി അല്ലേ? അതെ, എൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആകെ താഴ്ന്ന നിലയിലായി. നിങ്ങളുടെ ദേഷ്യം അധികമാവുകയും ചെയ്തു. ഞാൻ ഓഫീസിലെത്തുന്നു. അവിടെ റിസപ്ഷനിസ്റ്റിനെ അവരുടെ സീറ്റിൽ കാണുന്നില്ല. അവർ സമയത്ത് ഓഫീസിൽ എത്തിയിട്ടില്ല. പോരെ, എനിക്ക് ദേഷ്യപ്പെടാൻ പുതിയൊരു സിറ്റുവേഷൻ കൂടി കിട്ടി. അടുത്തതായി ഞാൻ എൻ്റെ ഓഫീസ് ക്യാബിനിൽ എത്തുന്നു. ഓഫീസ് ബോയ് ടേബിൾ ശരിയായി ക്ലീൻ ചെയ്തിട്ടില്ല. അതും ഒരു സിറ്റുവേഷൻ. ഇനി ജൂനിയറിനെ ഞാൻ ഏൽപ്പിച്ച ജോലി അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കൃത്യം 10 മണിക്ക് എനിക്ക് കംപ്ലീറ്റഡ് ആയി ലഭിക്കേണ്ട കാര്യമായിരുന്നു അത്. എനിക്ക് ദേഷ്യപ്പെടാൻ ഒരു സിറ്റുവേഷൻ കൂടി ആയില്ലേ. കൃത്യസമയത്ത് വരേണ്ട ആൾ പതുക്കെ 10:30 മണിക്ക് ഓഫീസിലെത്തുന്നു അല്ലേ? സാഹചര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. ഞാൻ അവയോടെല്ലാം പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയും, ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഇവരെല്ലാമാണ്. അവർ, ഇവർ, അത്, ഇത് എന്ന് പറയുന്നു. ഞാനാണ് ശരി. എനിക്ക് സ്വാഭാവികമായും ദേഷ്യം വരില്ലേ? അതിലെന്തിരിക്കുന്നു? ഇഫ് യു റിയാക്ട്, യു ആർ വേസ്റ്റിംഗ്, ഡിപ്ലീറ്റിംഗ് യുവർ എനർജി. നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് കുറയ്ക്കുന്നു. ഇനി അടുത്തതായി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ താങ്കൾ ആദ്യത്തേതിനേക്കാൾ വീക്കായിരിക്കും. അതിനടുത്ത സിറ്റുവേഷൻ വീണ്ടും താങ്കൾ വീക്കറാവുന്നു. അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ആകെ തല പെരുക്കാൻ തുടങ്ങും. അതൊരു ഹാബിറ്റായി മാറുകയും ചെയ്യുന്നു. വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് ശീലങ്ങൾ അഥവാ ഹാബിറ്റ്സ് ആയി മാറുന്നത്. വീണ്ടും വീണ്ടും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു അല്ലേ? എന്നിട്ട് ഓരോ തവണയും ഇറ്റ്സ് നാച്ചുറൽ, ഇറ്റ്സ് ടോട്ടലി നാച്ചുറൽ എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ താങ്കൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് പ്രോബ്ലംസ് എന്നിവ വരുന്നു. അത് നാച്ചുറൽ അല്ലേ? ഹൈ ബ്ലഡ് പ്രഷർ നാച്ചുറൽ ആണ് എന്നല്ലേ ഇപ്പോൾ എല്ലാവരും പറയുന്നത്? 3 പേരിൽ ഒരാൾക്ക് ഹൈ BP ഉണ്ട് എന്നാണ് പറയുന്നത്. സ്ട്രെസ് നാച്ചുറൽ ആയപ്പോൾ സ്ട്രെസ്സിൻ്റെ അനന്തരഫലങ്ങളായ കാര്യങ്ങളും നാച്ചുറലായി മാറി. മാനസിക പിരിമുറുക്കത്തിൻ്റെ ഫലങ്ങൾ എനിക്ക് നാച്ചുറലായി തോന്നുകയാണെങ്കിൽ പിന്നെ എൻ്റെ കുട്ടികൾക്ക് സ്ട്രെസ് നാച്ചുറലായി തന്നെ തോന്നും. സ്ട്രെസ്ഡ് ആവുന്നത് നാച്ചുറലാണ്. അങ്ങനെ മുൻപ് അസ്വാഭാവികമായി മാത്രമുണ്ടായിരുന്ന എല്ലാം ഇപ്പോൾ സ്വാഭാവികമാവാൻ തുടങ്ങി. അങ്ങനെ കുട്ടികളും സ്ട്രെസ്ഡ് ആയിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. എന്നിട്ട് നമുക്ക് ഹാപ്പിനെസ് ആണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. സന്തോഷം അൺലിമിറ്റഡ് ആയി ലഭിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അൺലിമിറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അൺലിമിറ്റഡ് എന്നാൽ ലിമിറ്റഡ് ആയ വസ്തുക്കളെയോ വ്യക്തികളെയോ സിറ്റുവേഷൻസിനെയോ ആശ്രയിക്കാതെ ഇരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. നോട്ട് ഡിപ്പെൻഡിങ് ഓൺ. ലിമിറ്റഡ് ആയ അഥവാ പരിധിയുള്ള ഫിസിക്കലായ മെറ്റീരിയലായ വസ്തുക്കളെയോ ആളുകളെയോ സാഹചര്യങ്ങളെയോ ആശ്രയിക്കാതെ ഒന്നിലും ഡിപ്പെൻഡഡ് ആവാതെ ഇരിക്കുന്ന അവസ്ഥയെയാണ് അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. പരിധികളില്ലാത്ത അഥവാ അൺലിമിറ്റഡും കണ്ടീഷണൽ അഥവാ ഉപാധികളില്ലാത്തതും ഇൻഡിപെൻഡൻറ്റുമായ ഒരു സ്ഥിതി, ഫ്രീ ആയ ഒരു സ്ഥിതി. ഓക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കില്ല. ആരെയെങ്കിലും ആശ്രയിച്ച് എന്തിനെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്ന ഫീലിംഗ് ഭയത്തിൻ്റെതായിരിക്കും. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താകും എന്ന ഭയം ആദ്യം ഉണ്ടാവുന്നു. ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ഞാനൊരു ചിന്ത സൃഷ്ടിക്കുമ്പോൾ ഇത് നേടിയെടുക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാവും എന്ന ചിന്തയാണ് ആദ്യം സൃഷ്ടിക്കുന്നത്. ഇനി എനിക്കത് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താവും എന്നതായിരിക്കും എൻ്റെ അടുത്ത ചിന്ത. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞാനൊരു ഭയം എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു. ഭയമുണ്ടാവുമ്പോൾ സന്തോഷം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. വളരെ സന്തോഷമായ ഒരു അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാവുമ്പോൾ ചിലർ പറയും, ഇത്രയ്ക്കൊന്നും സന്തോഷിക്കരുത്, നാളെ എന്താണ് വരാൻ പോകുന്നത് എന്ന് ആർക്കറിയാം. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്?
ആളുകൾ സന്തോഷിക്കാൻ പോലും ഭയപ്പെടുന്നു. ദേ ആർ സ്കെയർഡ് ടു ബി ഹാപ്പി ടുഡേ. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കാതിരിക്കുകയും ദുഃഖം വരുമ്പോൾ വിഷമിക്കാതിരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ടെമ്പററി ആണ് എന്നാണോ എല്ലാവരും വിചാരിക്കുന്നത്? ഇതെല്ലാം സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഹാപ്പിയാകും. അല്ലാതെ അടുത്തതായി ഫേസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനെ ഓർത്ത് ഹാപ്പിനെസ് മാറ്റിവെക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് സ്റ്റേബിൾ ആണെങ്കിൽ, ഒരു ഡിപ്പെൻഡൻസിയും ഇല്ലാതെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ, പിന്നെ നിങ്ങൾ 24/7 ഹാപ്പിയായി ഇരിക്കുക തന്നെ ചെയ്യും. അല്ലാതെ സന്തോഷം എന്നത് സാഹചര്യങ്ങളിലോ സിറ്റുവേഷൻസിലോ ഡിപ്പെൻഡഡ് അല്ല. ഹാപ്പിനെസ് ഇസ് മൈ ക്രിയേഷൻ ഇർറെസ്പെക്റ്റീവ് ഓഫ് ഹൂഎവർ ആൻഡ് വാട്ട് എവർ ഔട്ട്സൈഡ്. പുറമേയുള്ള ഒരു വ്യക്തിക്കോ സംഭവത്തിനോ ഒരു വിധത്തിലും സ്വാധീനിക്കാനാവാത്ത എൻ്റെ മാത്രം സൃഷ്ടിയാണ് എൻ്റെ ഉള്ളിലെ ആനന്ദം. താങ്കൾ പറഞ്ഞ ഈ കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹാപ്പിനെസ് 24/7. ഇക്കാര്യം നമ്മൾ സ്വയം ചോദിക്കണം. എനിക്ക് എപ്പോഴെല്ലാമാണ് സന്തോഷമായി ഇരിക്കേണ്ടത് എന്ന് സ്വയം ചോദിക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഏതാണ് എന്ന് ചോദിക്കാറില്ലേ? ശരിയാണ്. ഹാപ്പി ഡേയ്സ് ഓഫ് യുവർ ലൈഫ്, ക്ലാസ്സിൽ ഫസ്റ്റ് ആയ ദിവസം, എനിക്ക് പ്രമോഷൻ കിട്ടിയ ദിവസം, എൻ്റെ മകൾ വിവാഹിതയായ ദിവസം എന്നൊക്കെ പലരും പറയാറുണ്ട്. അതെല്ലാം പരിധിയുള്ള സന്തോഷങ്ങൾ മാത്രമാണ്. ആ സിറ്റുവേഷൻ കാരണമാണ് ആ സന്തോഷം ഉണ്ടാവുന്നത്. ഇറ്റ്സ് കണ്ടീഷണൽ ആൻഡ് സിറ്റുവേഷണൽ. ഇങ്ങനെയുള്ള പല പരിധികളും നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, ഞാൻ എപ്പോഴൊക്കെയാണ് ഹാപ്പിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എല്ലായ്പ്പോഴും ഹാപ്പിയായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് 24/7 ഹാപ്പിയായിരിക്കണം. ഇത് വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനായി നമ്മൾ സ്വന്തം മനസ്സിനെ വളരെ നന്നായി ശ്രദ്ധിക്കണം. മാത്രമല്ല റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ റെഡിയാവുകയും വേണം. ദെൻ ഇറ്റ്സ് പോസിബിൾ. അല്ലാതെ പുറമേയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷവും വല്ലപ്പോഴും മാത്രമേ ലഭിക്കുകയുള്ളൂ. സിറ്റുവേഷൻസ് ചാലഞ്ചിങ് ആവും. ആളുകളുടെ പല പെരുമാറ്റങ്ങളും അപ്രതീക്ഷിതമായിരിക്കും. അപ്പോൾ പിന്നെ ജീവിതം കഠിനമാവുക തന്നെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സന്തോഷം നാച്ചുറൽ ആണ് എന്ന് പറയുന്നതിന് പകരം സ്ട്രെസ് നാച്ചുറൽ ആണ് എന്ന് പറയാൻ തുടങ്ങിയത്. താങ്ക് യു സിസ്റ്റർ ശിവാനി. സ്ട്രെസ് നാച്ചുറൽ അല്ല, ഹാപ്പിനെസ് ആണ് നാച്ചുറൽ ആയ കാര്യം എന്ന് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അടുത്ത എപ്പിസോഡുകളുമായി കണ്ടുമുട്ടുന്നതുവരെ നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റിയെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കാം. താങ്ക് യു സിസ്റ്റർ ശിവാനി. താങ്ക് യു. സ്ട്രെസ് മനസ്സിലുണ്ടാകുന്ന ഒരു വേദനയാണ്. എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതിനെക്കുറിച്ച് എന്നെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മുടെ തന്നെ തെറ്റായ ചിന്തകളുടെ ഒരു സൃഷ്ടിയാണ് മാനസിക പിരിമുറുക്കങ്ങൾ. അതിന് നമ്മുടെ കാര്യക്ഷമതയെയും ഓർമ്മശക്തിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയെയും എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ സ്ട്രെസ് നമ്മുടെ പെർഫോമൻസിനെയും ബാധിക്കുന്നു. സ്ട്രെസ്സിന് നമ്മുടെ ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തെ തകരാറിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതോ വലുതോ ആയ മാനസിക പിരിമുറുക്കങ്ങൾ വളരെ ഹാനികരവുമാണ്. ടാർഗറ്റ്സ്, പ്രഷേഴ്സ്, ഡെഡ്ലൈൻസ്, എക്സാംസ് ഒക്കെ വളരെ സ്വാഭാവികമായി ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതേക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മനക്ലേശങ്ങൾ നമ്മുടെ മാത്രം ചോയ്സാണ്. മാനസിക പിരിമുറുക്കം എന്നാൽ മാനസിക സമ്മർദ്ദങ്ങൾ, ആന്തരിക ശക്തി അഥവാ റെസീലിയൻസ്. ഏത് സാഹചര്യമാണെങ്കിലും എൻ്റെ മനസ്സിനെ നിയന്ത്രണത്തിലാക്കി നിർത്തുക എന്നതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ. കാരണം അത് മാത്രമാണ് എൻ്റെ കൺട്രോളിലുള്ള ഒരേയൊരു കാര്യം.